ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം ഉടനുണ്ടായേക്കുമെന്ന് സൂചന. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും നടപടികൾ. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഇറാൻ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്തയാണ്, ഒരു സൂചനയാണ്. അപ്പോൾ ഇറാനുമായുള്ള ബന്ധം വെച്ച് ഇന്ത്യക്കാരെ ഉടൻ മോചിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയല്ലേ മന്ത്രി പങ്കുവച്ചത്? തീർച്ചയായിട്ടുമാണ്. അങ്ങനെ തന്നെ വേണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നീക്കങ്ങളെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുക. വിദേശകാര്യമന്ത്രി നേരിട്ട് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഇറാൻ പ്രധാനമായിട്ടും അറിയിക്കാനായിട്ട് ശ്രമിച്ചത് ഈ നീക്കം അഥവാ നടപടി അത് ഇന്ത്യക്കെതിരായിട്ടോ ഇന്ത്യക്കാർക്ക് എതിരായിട്ടോ ഉള്ളതല്ല, മറിച്ച് ഇസ്രയേലുമായി ഉണ്ടായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഈ വിധത്തിൽ കപ്പൽ പിടിച്ചെടുക്കാനായിട്ട് തങ്ങൾ തീരുമാനിച്ചത്. അത് ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്തുന്നതല്ല എന്നത് ബോധിപ്പിക്കാനായിട്ടായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ശ്രമിച്ചതെന്നാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യക്കാരെല്ലാവരും സുരക്ഷിതരാണെന്നും അവർക്ക് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇവരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നയതന്ത്ര ചർച്ചകൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മോചനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. ഏതായാലും ശുഭകരമായിട്ടുള്ള വാർത്ത ഉടൻ ഉണ്ടാകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യൻ, ശരി. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.